പ്രിയമുള്ളവരെ, കേരളീയ മതേതര സമൂഹം നേരിടുന്ന ചില സമകാലിക പ്രതിസന്ധികളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ആ സമകാലിക പ്രതിസന്ധികളൊന്നും തന്നെ സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള ഒന്നല്ല. ഇന്ത്യയിൽ അനുക്രമമായി വളരുകയും വികസിക്കുകയും ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള ചുവടുകൾ, ആ ചുവടുകളുടെ ദൃശ്യതയാണ് കേരളീയ സമൂഹത്തിൽ അനുദിനം നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾക്ക് പിറകിലുള്ളത്. ഒന്നാമത്തെ വാർത്ത, നന്ദഗോവിന്ദം ഭജൻസ് ഒരു ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഹൈന്ദവ ഭജനകളുടെ കൂടെ ഒരു ക്രിസ്തീയ ഭജൻ ആലപിച്ചു എന്നുള്ളതാണ്. ആ ആലാപനത്തെ പിൻപറ്റി നന്ദഗോവിന്ദം ഭജൻസിനെതിരെ സംഘപരിവാർ ഹാൻഡിലുകൾ ഉയർത്തുന്ന വിമർശനം, അതാണ് ഒരു കാര്യമായിട്ട് പറയാൻ. നന്ദഗോവിന്ദം ഭജൻസ് ആയിക്കോട്ടെ, സംഘപരിവാർ ആയിക്കോട്ടെ, രണ്ടുപേരും ഭക്തിയെ കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. സംഘപരിവാറിന് അനുകൂലമായ ഹിന്ദുത്വ യുക്തികളാണ് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ വളർച്ചയ്ക്ക്, സ്വീകാര്യതയ്ക്ക് കാരണമായി മാറിയത്. സംഘപരിവാർ വേദികളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത്. അല്ലെ, സംഘപരിവാറിൻ്റെ ഒരു രാഷ്ട്രീയ ഉപകരണം നിലയ്ക്കാണ് നന്ദഗോവിന്ദം ഭജൻസ് പരിപാടികൾ അവതരിപ്പിച്ചത്. എന്നാൽ തൽക്കാലത്തേക്ക് ഒരു ക്രിസ്തീയ ഭക്തിഗാനത്തിൻ്റെ പേരിൽ ഈ രണ്ട് കക്ഷികൾക്കിടയിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ സവിശേഷമായിട്ടുള്ള ഒരു ക്രിസ്തീയ വിരോധം സംഘപരിവാറിൽ ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ ക്രിസ്തീയ സഭകളെ മുൻനിർത്തി BJP ചില പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു. എന്നാൽ BJP വിചാരിച്ചതുപോലെ, സംഘപരിവാർ വിചാരിച്ചതുപോലെ ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നിറവേറുന്നതിൽ അവർ പരാജയപ്പെട്ടു. ആ ഒരു കോൺട്രഡിക്ഷനാണ് ഇപ്പം തൽക്കാലത്തെ ക്രിസ്തീയ വിരോധത്തിലേക്ക് നയിച്ചത്, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പം അതുകൊണ്ടൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഇഷ്യൂ ആയിട്ട് ഞാൻ കാണുന്നില്ല. ഇന്ന് രണ്ടാമത്തെ ഒരു വാർത്ത, കേരളത്തിൽ അറേബ്യൻ റെസ്റ്റോറൻറ്റുകൾ വലിയ രീതിയിൽ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തുന്നതായി നമുക്കറിയാം. കാരണം അറേബ്യൻ ഫുഡുകൾക്ക് നമ്മുടെ സമൂഹത്തിൽ ലഭിച്ച സ്വീകാര്യതയാണ് ആ രൂപത്തിലുള്ള റെസ്റ്റോറൻറ്റുകളുടെ എണ്ണത്തിലുള്ള വർധനവുള്ള കാരണമെന്ന് പറയുന്നത്. അപ്പം അറേബ്യൻ റെസ്റ്റോറൻറ്റുകളെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് സംഘപരിവാർ ഏതാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു. അത് അവർ അറേബ്യനൈസേഷൻ, നമ്മുടെ സംസ്കാരത്തിൻ്റെ അറബിവൽക്കരണം എന്ന ആംഗിളിലാണ് അവർ ആ പ്രശ്നത്തെ കാണുന്നത്. ഇപ്പം നമുക്കറിയാം, ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ സമീപകാലത്ത് ഒരു വിവാദം ഉയർന്നു വന്ന ഹലാൽ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം പ്രത്യേകിച്ച് മുസ്ലിം റെസ്റ്റോറൻറ്റുകളുടെ മുന്നിലെല്ലാം ഹലാൽ ഭക്ഷണം ലഭ്യമാണ് എന്ന ബോർഡുകളൊക്കെ വെച്ചതിനെ പിൻപറ്റി ചില വിവാദങ്ങളൊക്കെ ഉടലെടുത്തിരുന്നു. സത്യത്തിൽ മുസ്ലിം റെസ്റ്റോറൻറ്റുകളുടെ മുന്നിൽ ഹലാൽ ഭക്ഷണം ലഭ്യമാണ് എന്ന ഒരു ബോർഡിൻ്റെ പ്രസക്തി പോലുമില്ല. ഇസ്ലാം മതവിശ്വാസികൾ സ്വാഭാവികമായിട്ട് ഹലാൽ ഭക്ഷണമാണ് തയ്യാറാക്കുക. അത്തരം റെസ്റ്റോറൻറ്റുകളിൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യൻസും എല്ലാവരും തന്നെ ഹലാൽ ഭക്ഷണമാണ് കഴിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ഒന്ന് സ്ട്രെസ് ചെയ്യേണ്ട കാര്യമല്ല ഇത് ഇവിടെ ഹലാൽ ഭക്ഷണം ലഭ്യമാണെന്നുള്ളത്. അപ്പോൾ ഇത്തരം വിമർശന സാഹചര്യങ്ങൾ ഒരുപക്ഷെ ന്യൂനപക്ഷ സ്വത്വത്തിൻ്റെ അമിതമായ പ്രകടനവൽക്കരണം അല്ലാതെ കാരണമായി മാറുന്നുണ്ട്. അതുപോലെയാണ് ഈ അറേബ്യൻ റെസ്റ്റോറൻറ്റുകളുടെ വ്യാപനമായിട്ട് ബന്ധപ്പെട്ട്. അറേബ്യൻ റെസ്റ്റോറൻറ്റ് വ്യാപനത്തിൻ്റെ മെയിൻ മോട്ടീവ് ബിസിനസ് ആണെങ്കിൽ കൂടി അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഇസ്ലാമായിട്ട് കണക്ട് ചെയ്താണ് സംഘപരിവാർ ഇവിടെ വായിക്കാനും അവതരിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നത്.
അതിൽ കൃത്യമായിട്ട് ഇസ്ലാം മത വിദ്വേഷം തന്നെയാണ് ആ ഒരു പ്രചരണത്തിൻ്റെ കാമ്പ് എന്ന് നമുക്കറിയാം. അപ്പം മുമ്പ് ഹൈദരാബാദിലെ കറാച്ചി റെസ്റ്റോറൻറ്റ് ആക്രമിച്ചതുപോലെ കേരളത്തിലെ അറേബ്യൻ റെസ്റ്റോറൻ്റൊക്കെ ഭാവിയിൽ ഇത്തരം രാഷ്ട്രീയ ലക്ഷ്യത്തെ മുൻനിർത്തി ആക്രമിക്കപ്പെട്ടുകൂടായിക എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ വംശീയ വിദ്വേഷത്തിൻ്റെ വിഷബീജങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുക സമൂഹത്തിൽ നിന്ന് നമുക്ക് മുൻകൂട്ടി പറയുക അസാധ്യമാണ്. അപ്പോൾ ഇവിടെയും നമ്മളൊരു പ്രിക്കോഷ്യസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സംഘർഷ സാധ്യതകളെ ലഘൂകരിക്കാനുള്ള നടപടികൾ നമ്മുടെ ഭാഗത്തുണ്ട്. ഇപ്പം സംഘപരിവാർ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ സംഘപരിവാർ രാഷ്ട്രീയ ഇടപെടലുകളുടെ സാധ്യതകളെ നമ്മൾ സമൂഹത്തിൽ മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരിക എന്നുള്ള ഒരു ബോധപൂർവ ശ്രമവും നമ്മൾ പലപ്പോഴും നടത്തേണ്ടത്. അപ്പം ആ നിലയ്ക്ക് നമ്മുടെ പൊതു റെസ്റ്റോറൻറ്റുകളുടെ മെനു ആണ് നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താറുണ്ട്. അതിൽ ആഗോളതലത്തിലുള്ള എല്ലാ ഭക്ഷ്യ വസ്തുക്കളും, പ്രത്യേകിച്ച് അറേബ്യൻ ഫുഡ്, മലയാളികൾ അറേബ്യൻ ഫുഡിൻ്റെ ഒരു ആരാധകരായതുകൊണ്ട് അറേബ്യൻ ഫുഡ് ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെനു പരിഷ്കരണമാണ് നമ്മൾ നടത്തുന്നത്, പ്രത്യേകിച്ച് നോൺ വെജ് ലഭ്യമാകുന്ന എല്ലാ റെസ്റ്റോറൻറ്റുകളും. അല്ലാതെ ഏതെങ്കിലും തീമാറ്റിക് ആയിട്ട് കുറേ നമ്മൾ ആ രൂപത്തിൽ കുറേ റെസ്റ്റോറൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടും ഉപരി, പ്രത്യേകിച്ച് ഈ ഒരു വിദ്വേഷ രാഷ്ട്രീയം പ്രസരിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നിലവിലുള്ള പൊതു റെസ്റ്റോറൻറ്റുകളെ, നോൺ വെജ് റെസ്റ്റോറൻറ്റുകളെ ആ മെനു എന്താണ് ഈ രൂപത്തിൽ പരിഷ്കരിച്ചിട്ട് അതിൽ അറേബ്യൻ സ്റ്റൈൽ, ചൈനീസ് സ്റ്റൈൽ, ഏത് സ്റ്റൈലായാലും നമ്മൾ കൂടുതൽ വിപുലപ്പെടുത്തുക എന്നുള്ളൊരു നടപടിയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം സംഭവിക്കാൻ പോകുന്നത് ഇതെല്ലാം സംഘപരിവാർ ആയുധമാക്കുകയും അവരുടെ രാഷ്ട്രീയത്തിന് കൂടുതൽ ഊർജം പകരുന്ന രീതിയിൽ കേരളീയ രാഷ്ട്രീയ പരിസരം മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ എത്രയായാലും നമുക്ക് നല്ലതല്ല എന്ന് പറയാൻ കഴിയും. ഇന്ന് കണ്ട മൂന്നാമതൊരു വാർത്ത ഗൗരവമായിട്ട് തൃശ്ശൂരുള്ള വെടിക്കെട്ട് അപകടത്തെ മന്ത്രിസഭ ചർച്ച ചെയ്യുകയും ആ മന്ത്രിസഭാ യോഗം അത് അവതരിപ്പിക്കാൻ, അതിലെ അംഗങ്ങൾ അതിനെ അവതരിപ്പിക്കാൻ വിളിച്ച പത്രസമ്മേളനത്തിൽ ഒരു സ്ത്രീ കയറി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് ഒരു വാർത്ത കണ്ടു. സ്ത്രീക്ക് വേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത വീട്ടിലെ ഒരു പ്ലാവിൻ്റെ ശാഖ ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് വളർന്നു നിൽക്കുന്നുണ്ട്, അതിൽ നിന്ന് ചക്ക വീഴുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ ഇഷ്യൂ. അപ്പം അങ്ങനെ ഒരു സ്ത്രീക്ക് അവിടെ ആ രൂപത്തിൽ പരാതി പറയാൻ സാഹചര്യം ഉണ്ടാക്കിയത് വളരെ ആസൂത്രണമായിട്ടുള്ള ചില പദ്ധതിയുടെ ഫലമായിട്ടാണ്. കാരണം ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം അവതരിപ്പിക്കുന്ന വേദിയിൽ ഇങ്ങനെയുള്ള ഒരു മന്ത്രിമാരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ട വിഷയമല്ല. അതിന് വേറെ ഒരുപാട് റവന്യൂ തലത്തിലുള്ള വേറെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരാണ് അത് പരിഹരിക്കേണ്ടതും. ഒന്നുമില്ല വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ അവരുടെ ലോക്കൽ ബോഡി ഇവിടെ ഒന്നും പരിഗണിച്ചില്ല, അവർ സമരം ചെയ്യുകയാണ്. അതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഇത്തരം അപഹാസ്യ നാടകങ്ങൾക്ക് അരങ്ങ് കൊടുക്കാതിരിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.